നമ്മളെ നടക്കുന്ന ഒരു വാർത്ത അമേരിക്കയിൽ നിന്ന് വന്നു. ലൂയിസിയാനയിൽ വെടിവയ്പിൽ 8 കുട്ടികൾ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത അമേരിക്കയിൽ നിന്ന് വരുന്നുണ്ട്. കുടുംബ വഴക്കിനെ തുടർന്ന് അക്രമി സ്വന്തം കുട്ടികൾക്ക് നേരെ വെടിയുതിർത്തു എന്നാണ് വിവരം. അക്രമിയെ പിന്നീട് പോലീസ് വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്തു. മധു കൊട്ടാരക്കര അമേരിക്കയിൽ നിന്ന് ചേരുന്നു. മധു, ശരിക്കും ഈ കുട്ടികൾ കൊല്ലപ്പെടുന്നത് അമേരിക്കയിൽ അത്ര അസാധാരണ സംഭവമല്ല. ഇപ്പോൾ പിതാവ് തന്നെ വെടിവെച്ച് കൊലപ്പെടുത്തി എന്നുള്ള വാർത്ത അറിയുമ്പോൾ അതിലും വലിയ ഞെട്ടൽ. എസ് കെൻ പറഞ്ഞതുപോലെ ഈ പിതാവ് അദ്ദേഹത്തിന്റെ 7 കുട്ടികളെയാണ് വെടിവെച്ച് കൊന്നത്. അമേരിക്കയിലെ ലൂസിയാന സംസ്ഥാനത്തെ ഷ്രീപോർട്ടിൽ പുലർച്ചെയുണ്ടായ വെടിവെപ്പിൽ മൊത്തം 8 കുട്ടികളാണ് കൊല്ലപ്പെട്ടത്. 5 പെൺകുട്ടികളും 3 ആൺകുട്ടികളുമായിരുന്നു. ഇവരുടെ പ്രായം 1 വയസ്സിനും 11 വയസ്സിനും ഇടയിൽ നിന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഈ ആക്രമണം നടത്തിയ ആളിന്റെ പേര് ഷമാൾ എൽക്കിൻസ് എന്നാണ്. ഇദ്ദേഹത്തിന് 31 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. ഇദ്ദേഹത്തെ പിന്നീട് പോലീസ് വെടിവെച്ച് കൊല്ലുകയായിരുന്നു. ഈ ഷൂപോർട്ടിലെ 3 വീടുകളിലായിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. ഇതിലെ 2ാമത്തെ വീട്ടിലായിരുന്നു ഈ ഇദ്ദേഹത്തിന്റെ മക്കളുണ്ടായിരുന്നത്. 7 പേരും അവിടെ വെച്ചാണ് കൊല്ലപ്പെട്ടത്. ഇതിലെ ഒരു കുട്ടി വീടിന്റെ പുരപ്പുറത്ത് കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് മരിച്ച നിലയിൽ കാണുകയുണ്ടായി. ഒരു കുട്ടി രക്ഷപ്പെട്ടെങ്കിലും ആശുപത്രിയിലാണ്. ഈ കൊല്ലപ്പെട്ട കുട്ടികളിൽ ഇവരെ ഈ മൊത്തം 8 കുട്ടികൾ ആണെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സ്ഥിരീകരണം. നേരത്തെ എസ് കെൻ സൂചിപ്പിച്ച പോലെ ഇതൊരു കുടുംബ പ്രശ്നമായിരുന്നു. ഇതിനെ തുടർന്നുള്ള ആക്രമണമാണെന്നാണ് പോലീസ് പറയുന്നത്. മുൻ അമേരിക്കൻ സൈനികൻ കൂടിയായിരുന്നു ഈ കൊലയാളിയായ ഷമാർ എൽക്കിൻസ്. കുട്ടികൾക്ക് പുറമെ 2 സ്ത്രീകൾക്ക് തലയ്ക്ക് വെടിയേറ്റിട്ടുണ്ട്. അതില് ഒന്ന് ഈ കുട്ടികളുടെ മാതാവാണ്, മറ്റൊന്ന് ഈ സ്ത്രീയുടെ തന്നെ ഒരു കസിനാണ്. ആകെ 10 പേർക്കാണ് വെടിയേറ്റതെന്നാണ് പോലീസ് പറയുന്നത്. എസ് കെൻ 2024 ശേഷം അമേരിക്കയിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു കൂട്ടക്കൊലയാണ് ഇത്. ഇദ്ദേഹം ഈ കൊലപാതകത്തിന് ശേഷം ഒരു വാഹനം തട്ടിയെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പോലീസ് പിന്തുടർന്ന് പിന്നീടുള്ള ഏറ്റുമുട്ടലാണ് ഈ അക്രമി പോലീസ് വെടിയുതിർത്തതിനെ തുടർന്ന് കൊല്ലപ്പെട്ടത്. എസ് കെ. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.